നിങ്ങളുടെ ശരീരത്തിന് സന്തോഷം നൽകുന്ന, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു ജീവിത രീതി, അങ്ങനെ തന്നെ പറയാം. നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു ജീവിത രീതി ഉണ്ട്. അതെന്താണ്? പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുക, എന്തെങ്കിലും പഴഭക്ഷണം കഴിക്കുക, പിന്നെ എന്തെങ്കിലും പാനീയം കുടിക്കുക, പിന്നെ എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളുണ്ടെങ്കിൽ പുസ്തകങ്ങളെ ആശ്രയിക്കരുത്. ആരെങ്കിലും ഒരാളിൽ നിന്ന് എന്തെങ്കിലും അറിവ് പഠിക്കാൻ പറ്റുമെങ്കിൽ അറിവിൽ തുടങ്ങുക ഓരോ പ്രഭാതങ്ങളും. പിന്നെ ജോലിയുള്ളവരാണെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുക, മുഷിപ്പ് പ്രകടിപ്പിക്കുന്നത് ഒഴിവാക്കുക, എല്ലാ സന്തോഷകരമായ കാര്യങ്ങളെയും എപ്പോഴും ഓർമ്മിക്കുക, എല്ലാ പോസിറ്റീവായ കാര്യങ്ങളും എല്ലാ ദിവസവും നമ്മൾ ഓർമ്മിക്കുക, കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുക, നന്ദി പറയുക അള്ളാഹുവിനോട്. പ്രത്യേകിച്ച് പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദ മാ അമാതനി വഇലൈഹി നുശൂർ എന്ന പ്രാർത്ഥന ഒരു പരിധിവരെ നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ആയിരിക്കും. ആ പ്രാർത്ഥന നിർവഹിക്കുക, അത് നിലനിർത്തുക. പിന്നെ തൊഴിൽ ചെയ്യുക. പറ്റാവുന്നതും പിന്നെ വൈകുന്നേരം 4 മണിക്ക് മുമ്പ് തൊഴിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. വൈകുന്നേരങ്ങളിൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ ഇടപഴകുക. നമുക്ക് സന്തോഷം കിട്ടുന്ന, മനസ്സിന് റാഹത്ത് കിട്ടുന്ന കാര്യങ്ങളിൽ ഇടപഴകുക വൈകുന്നേരങ്ങളിൽ. പകൽ ഉറങ്ങാതിരിക്കുക. പകൽ ഉറങ്ങാനുള്ള സമയമല്ല. തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ ആളാണെങ്കിൽ ളുഹർ ബാങ്കിന് മുമ്പ് ഉറങ്ങുക. ളുഹർ ബാങ്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉച്ചഭക്ഷണം കഴിച്ചാൽ ഉറങ്ങുന്ന ശീലം ഒഴിവാക്കുക. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ പകൽ ഉറങ്ങുന്നത് വലിയ അപകടമാണ്. ഇന്ന് ആരും പറയത്തില്ല. കാരണം നിങ്ങൾ അപകടത്തിലാവുക എന്നുള്ളതാണ് പലർക്കും താല്പര്യം. എന്നിട്ട് എപ്പോഴും ഹോസ്പിറ്റൽ വരാന്ത കയറി ഇറങ്ങി അങ്ങനെ നിരാശ പിടിച്ച് മുഖം ചുളിഞ്ഞ് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ഗുളികയും മരുന്നും കുത്തിവെപ്പും ഇങ്ങനെ പോകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മളെന്ത് ചെയ്യുക? വൈകുന്നേരങ്ങളിൽ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ വ്യാപൃതരാവുക. പ്രത്യേകിച്ചും വൈകുന്നേരം അവസാനിക്കാൻ പോകുന്നൊരു സമയമുണ്ട്, അതായത് മഗ്‌രിബിൻ്റെ തൊട്ടടുത്ത സമയം. ആ സമയത്ത് വിശ്വാസികളാണെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കുക, ഹംദ് വർദ്ധിപ്പിക്കുക. പഴയ കാലത്തൊക്കെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, വളരെ വലിയ വലിയ അത്ഭുതങ്ങൾ വലിയ രഹസ്യങ്ങളുള്ള ഒരു പ്രാർത്ഥനാ വചനമാണത്. ഒരു 10 മിനിറ്റോ കാമണിക്കൂറോ അതിന് മാറ്റി വെക്കുക. ഇസ്തിഗ്ഫാർ ചെയ്യാനും ഹംദ് ചെയ്യാനും തസ്ബീഹ് ചെയ്യാനും. അപ്പം പകൽ വിട പറയുകയും രാത്രി നമ്മളിലേക്ക് വരാൻ പോവുകയും ചെയ്യുന്ന ആ ടൈം ഇങ്ങനെ ഒരു പ്രാർത്ഥന നിർവഹിക്കുന്നതിൻ്റെ രഹസ്യം വളരെ വലുതാണ്. ഒരു വിശ്വാസിക്ക് പ്രാർത്ഥന മാറ്റിവെച്ചിട്ട് കുറേ എക്സസൈസ്, കുറേ ന്യൂട്രീഷൻ, കുറേ ചികിത്സ വിജയിക്കില്ല. നിങ്ങൾ അള്ളാഹുവിനോട് കൊടുത്തൊരു കരാറുണ്ട്. ആ കരാറ് പാലിക്കാതെ നിങ്ങൾ ഒരു കാര്യത്തിൽ നിന്നും രക്ഷപ്പെടില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ രക്ഷിതാവ് ഞാനല്ലയോ? അതെ. പക്ഷെ ഇപ്പം നമ്മളെ രക്ഷിതാവ് ആശുപത്രി, ഡോക്ടർ, ലാബ്, സ്കാനിങ് സെൻറ്റർ അല്ലേ? അത് നമ്മൾ അവരെ രക്ഷിതാവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മരുന്ന് കുടിച്ചിട്ട് മാറ്റൂല, മരുന്ന് കുടിച്ചാൽ രോഗം മാറുന്ന ആരാ പറഞ്ഞു പഠിപ്പിച്ചത്? മരുന്ന് സുന്നത്താണ്, ആവശ്യമുള്ളിടത്ത് കഴിക്കണം. പക്ഷെ മരുന്ന് കുടിക്കൽ കൊണ്ടാണ് രോഗം മാറുന്നത് എന്ന വിശ്വാസത്തിന് പുറത്ത് മരുന്ന് കുടിക്കൽ ഒരു സബബാണ്. അത് പക്വതയുള്ള തഖ്വയുള്ള ഒരാളുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ കൂടുതൽ ഫലവത്താണ്. അതൊക്കെ അംഗീകരിക്കേണ്ട കാര്യമാണ്. അതിൻ്റെ ഒപ്പം സമയത്തെ സാഹചര്യങ്ങളൊക്കെ ഫലവത്തായി ഉപയോഗപ്പെടുത്തണം. അപ്പം മഗ്‌രിബോട് അടുത്ത സമയത്ത് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിക്കുക. മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിക്കുക. സുന്നത്തായ രീതി അതാണ്. അഷ എന്നാണ് ആ ഭക്ഷണത്തിന് പറയുന്ന പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു. ചില ആളുകളെങ്കിലും ചില പ്രത്യേക ചികിത്സാ രീതിയുടെ പേരിൽ മഗ്‌രിബിന് മുമ്പ് വൈകുന്നേരം 6 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ഇസ്ലാമികമായി അതിനോട് യോജിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിനെതിരാണത്. അതുകൊണ്ട് തന്നെ അത് ഏത് ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞാലും നമ്മളത് അംഗീകരിക്കില്ല. അപ്പം മഗ്‌രിബ് ബാങ്ക് കൊടുത്ത ശേഷം നിങ്ങൾ എന്താക്കണം? ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണത്തെ ഉപേക്ഷിക്കുന്നത് വാർദ്ധക്യത്തെ നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്ന ഹദീസ് കയ്യിലുണ്ട്. രാത്രി ഭക്ഷണം നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച ശേഷമുള്ള ഭക്ഷണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സൂര്യാസ്തമയ ശേഷമുള്ള ഭക്ഷണത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. എന്തുകൊണ്ട്? അത് വാർദ്ധക്യത്തെ നിങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നു. വെച്ചാൽ നിങ്ങൾ വയസ്സ് കുറവാണെങ്കിലും ബലഹീനരാകുമെന്നാണ്, ദുർബലരാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം വാർദ്ധക്യത്തിൽ ദുർബലത എന്നത് സ്വാഭാവികമാണ് കേട്ടോ. അപ്പം നമ്മൾ മഗ്‌രിബ് നിസ്കാര ശേഷം ഭക്ഷണം കഴിക്കുക. പിന്നെ നമ്മൾ ഓരോ ഭക്ഷണത്തെയും ക്രമീകരിക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക. കുറേ കാര്യങ്ങളുണ്ട്. ആഴ്ചയിൽ 1-2 ദിവസം മാംസ ഭക്ഷണം കഴിക്കുക,
ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ചെറുമത്സ്യങ്ങൾ പ്രത്യേകിച്ചും കഴിക്കുക. പിന്നെന്താണ്, തവിട് കളയാത്ത അരിയുടെ ഭക്ഷണം കിട്ടുമെങ്കിൽ അത് കഴിക്കുക. പിന്നെ കളർ ചേർത്ത ഭക്ഷണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആ നിലയിൽ ശ്രദ്ധിക്കുക. രാത്രിയിലെ പ്രാർത്ഥനകൾ നിർവഹിക്കുക. പിന്നെ ശരീരശുദ്ധി വരുത്തിയ ശേഷം മാത്രം ഉറക്കിലേക്ക് പോവുക. അതിൽ ദന്തശുദ്ധീകരണത്തിന് പ്രാധാന്യമുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേകത ഉണ്ട്. ബിസ്മിക റബ്ബി വലഅതു ജംബി എന്ന് പറയുന്നിടത്തുള്ള ഒരുപാട് രഹസ്യങ്ങൾ അറിയില്ലെങ്കിലും ആ പ്രാർത്ഥന പഠിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ അങ്ങോട്ട് ആരോഗ്യത്തിൻ്റെ പാരമ്യതയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ജീവിതക്രമം ശീലിക്കുക. നിശ്ചയം സർവ്വരോഗത്തിൽ നിന്നും. വളരെ ഒരു പ്രധാനപ്പെട്ട മറുപടി ഈ വിഷയത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ജീവിതശൈലി രോഗം, എല്ലാ രോഗമുള്ളവരും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ പിടികൂടിയിരിക്കുന്നത് ജീവിതശൈലി രോഗമാണോ എന്നതാണ്. ജീവിതശൈലി രോഗമാണോ? കാരണം ജീവിതത്തിൽ ശരീരത്തിന് പറ്റാത്ത ശൈലി സ്വീകരിക്കുമ്പോൾ ശരീരത്തിൻ്റെ പ്രതികരണം നമുക്ക് സുഖമില്ലാത്ത രൂപത്തിലാവും. അപ്പോൾ നമുക്ക് സുഖമില്ലാത്ത, നമുക്ക് സന്തോഷം തരാത്ത പ്രതികരണം ശരീരത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതിനെ നമ്മൾ രോഗമെന്ന് വിളിക്കുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ഡോക്ടേഴ്സിനെ കാണുകയും മെഡിസിൻ എടുക്കുകയും ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ശരീരത്തോട് നീതിപൂർവകമാണോ പെരുമാറിയത് എന്ന് ഗ്രൂപ്പിലെ മുഴുവൻ സഹോദരങ്ങളും രോഗമുള്ള മുഴുവൻ സഹോദരങ്ങളും ചിന്തിക്കാൻ തുടങ്ങിയാൽ രോഗത്തിൻ്റെ കുറവ് ഗണ്യമായി സംഭവിക്കും. അപ്പോൾ ജീവിതശൈലി രോഗം എന്ന് വെച്ചാൽ ശരീരത്തിന് പറ്റാത്ത ജീവിതം ഒരാൾ സ്ഥിരമായി നിർവഹിക്കുമ്പോൾ, അതായത് ഭക്ഷണം കഴിക്കുന്നതിനൊരു കൃത്യസമയമില്ല, ഉറങ്ങണതിന് കൃത്യസമയമില്ല, ഭക്ഷണം പറ്റണതാണോ പറ്റാത്തതാണോ എന്ന നോട്ടമില്ല, അങ്ങനെ ഉണ്ടല്ലോ. ശരീരത്തിന് ഗുണമുള്ളതാണോ ഞാൻ കഴിക്കുന്നത്, അല്ലെങ്കിൽ നാവിന് രുചിയുള്ളതാണോ ഞാൻ കഴിക്കുന്നത്? ഈ രണ്ട് പ്രസക്തമായ ചോദ്യമുണ്ട്. നാവിന് രുചിയുള്ളതിനെ മാത്രം പരിഗണിച്ച് ഭക്ഷണം കഴിക്കുന്നവരിലാണ് പ്രത്യേകിച്ചും ജീവിതശൈലി രോഗം വരുന്നത്. എങ്ങനെ? നാവിൽ രുചി ഉണ്ടാവണം. ശരീരത്തിന് ഗുണം കിട്ടുമോ ഇല്ല എന്നുള്ളത് മാറ്ററല്ല. ശരീരത്തിന് മാരകമായ രോഗം വന്നാലും നമുക്ക് വിഷയമൊന്നല്ല. അങ്ങനെ ഉണ്ടല്ലോ. മൊജിറ്റോ കുടിക്കുമ്പോഴും, ഇനി അതല്ലെങ്കിൽ പലതരം ഫ്രൂട്ട്സുകൾ ഒന്നിച്ച് ജ്യൂസാക്കിയ ജ്യൂസ് കുടിക്കുമ്പോഴും, പിന്നെ നേരവും കാലവും നോക്കാതെ ഭക്ഷണം കഴിക്കുമ്പോഴും, പിന്നെ രുചി കിട്ടാൻ വേണ്ടി മാർക്കറ്റിൽ വരുന്ന പലതരം സോസുകളും ക്രീമുകളും പലതും ഉണ്ട് നമ്മളെ വീടുകളിൽ. ഇന്നിപ്പം മിക്ക അടുക്കളകളും സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന എല്ലാ പ്രൊഡക്റ്റും എത്തിയിട്ടുണ്ട്. അതിലെന്തൊക്കെ പേരുള്ള വസ്തുക്കളാണെന്നറിയോ? കറിക്ക് കട്ടി കൂടാൻ, കറിക്ക് ടേസ്റ്റ് കൂടാൻ, കറിക്ക് വെറൈറ്റി ഉണ്ടാക്കാനൊക്കെ നമ്മുടെ സഹോദരിമാർ സൂപ്പർ മാർക്കറ്റുകളിൽ യൂട്യൂബിലെ ചില വ്ളോഗർമാരുടെ സ്വാധീനത്താൽ വാങ്ങി വെക്കുന്ന വസ്തുക്കൾ വേവിച്ചും വേവിക്കാതെയും കുഞ്ഞുമക്കൾക്കടക്കം വിളമ്പുമ്പോൾ വരാൻ പോകുന്ന കിഡ്നി രോഗവും കരൾ രോഗവും പാൻക്രിയാസ് രോഗവും നമുക്കെന്തില്ല, വിഷയമല്ല. നമ്മൾ മാറി ചിന്തിക്കണം. നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അറിവും പ്രാപ്തിയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ആശുപത്രി എന്ന് പറഞ്ഞാൽ അലോപ്പതി ആശുപത്രി മാത്രമാണ് ആശുപത്രി എന്നും, ഡോക്ടർ എന്ന് പറഞ്ഞാൽ MBBSകാരൻ മാത്രമാണ് ഡോക്ടറുകൾ എന്നും ആ ധാരണയൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കണം. നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. സർവ്വരോഗത്തിനും ശിഫയുണ്ട് എന്ന് പറഞ്ഞത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഒരു അനുഗ്രഹത്തെ കണ്ടെത്താൻ രോഗികൾ ശ്രമിക്കുക.